ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എനിക്ക് കുറച്ച് ചെടികളെ റിപ്പോർട്ട് ചെയ്തെടുക്കാനുണ്ട്. അതിലൊരെണ്ണമാണ് ഇത്. ഇതിൻ്റെ പേരെനിക്കറിയില്ല. എനിക്കൊരു ചേച്ചി കൊണ്ടുവന്ന് തന്നതാണ്. പൂക്കൾ ഉണ്ടാവുമോ അതോ ഇലച്ചെടികളാണോ ഒന്നും എനിക്കറിയില്ല. എന്നാൽ അതിൻ്റെ ഭംഗി കണ്ടപ്പോൾ ഞാൻ നട്ടുവെച്ചതാണ്. അതിനി ഒന്ന് റിപ്പോർട്ട് ചെയ്തെടുക്കണമെന്ന് തോന്നി. അത് ചെറിയൊരു പോട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇച്ചിരി വലിയ പോട്ടിലേക്ക് അത് മാറ്റി നടാമെന്ന് വെച്ചു. ഞാനിതിൽ പോട്ടി മിക്സായി എടുത്തിരിക്കുന്നത് ചകിരിച്ചോറ്, മണ്ണ്, ഇച്ചിരി കമ്പോസ്റ്റ്, കുറച്ച് പെർലൈറ്റ്. ഇത്രയാണ് ഇതിൻ്റെ പോട്ടി മിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഞാൻ റിപ്പോർട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ അഡീനിയ പ്ലാന്റ് ഇത് 2 വർഷമായി ഈ പോട്ടിൽ തന്നെ കിടക്കാൻ തുടങ്ങിയിട്ട് ഞാൻ മാറ്റി നട്ടിട്ടില്ല. അപ്പോൾ ഇത്തവണ എനിക്കൊരു പുതുശ്വാസം കൊടുക്കാമെന്ന് വെച്ചു. ഇതിൻ്റെ പോട്ടി മിക്സ് എന്ന് പറയുന്നത് പകുതി മണലാണ്. ഇതിന് പേര് തന്നെ ഡിസേർട്ട് റോസ് എന്നാണല്ലോ. അപ്പോൾ മണൽ, കുറച്ച് മണ്ണ്, ചകിരിച്ചോറ്, പെർലൈറ്റ്, കമ്പോസ്റ്റ് ഇത്രയാണ് ഇവൻ്റെ പോട്ടി മിക്സ് എന്ന് പറയുന്നത്. അവരെ ഞാൻ മൺചട്ടിയിലോട്ടാണ് മാറ്റി നടാൻ തീരുമാനിച്ചത്. അപ്പോൾ അത് ഒരു 1/4 ഭാഗത്തോളം തന്നെ ഞാൻ ഓട് കഷ്ണങ്ങളാണ് നിറച്ചിരിക്കുന്നത്. അതിനകത്ത് ഈ മണ്ണ് നിറച്ചു. അതുപോലെ തന്നെ ഈ അടീനെ റീപ്ലാന്റ് ചെയ്ത് എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ എടുത്ത് പുറത്ത് വെച്ചതിന് ശേഷം നന്നായിട്ട് കഴുകി വേരുകളൊക്കെ പുറത്ത് കാണുന്ന രീതി കഴുകി വൃത്തിയാക്കണം. അതിനുശേഷം അതിൻ്റെ മുകൾ ഭാഗത്ത് വരുന്ന വേരുകളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം, ഒന്നും സംഭവിക്കത്തില്ല. അതൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ഇതിനെ സാഫിലേക്ക് ഒരു 5-10 മിനിറ്റ് മുക്കി വയ്ക്കണം. അത് നശിച്ചു പോവാതിരിക്കാനാണ് അതിൻ്റെ വേരുകൾ. കീടനാശിനിയാണല്ലോ സാഫ്. അതിലേക്ക് ഒരു 5-10 മിനിറ്റ് മുക്കി വയ്ക്കുക. അതിനുശേഷം ഇവനെ ചട്ടിയിലേക്ക് മാറ്റി നടുന്ന സമയത്ത് തന്നെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് കോഡ്സ് എത്രത്തോളം പൊക്കി വയ്ക്കാൻ പറ്റുമോ അത്രത്തോളം അതിൻ്റെ കോഡ്സ് നമ്മൾ മണ്ണിന് പുറത്തേക്ക് പൊക്കി വെച്ചിട്ട് വേണം നട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് അതിൻ്റെ കോഡ്സ് എപ്പോഴും നല്ല വലുതായിട്ട് വരികയുള്ളൂ. ഇതാണല്ലോ അതിൻ്റെ ഹൈലൈറ്റ്. അഡീനിയം പ്ലാന്റിനെ ഭംഗിയാക്കുന്നത് അതിൻ്റെ പൂവും അതിൻ്റെ കോഡ്സും തന്നെയാണല്ലേ. പൂവില്ലാത്ത സമയത്ത് അതിനെ ഭംഗിയാക്കുന്നത് അതിൻ്റെ കോഡ്സുകളാണ്. അപ്പോൾ ഈ കോഡ്സ് വലുതായിട്ട് വരാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അതിനെ പൊക്കി വെച്ചിട്ട് വേണം റിപ്പോർട്ട് ചെയ്യാൻ. അതുപോലെ തന്നെ ഇതിന് വെള്ളം അധികം ആവശ്യമൊന്നുമില്ല. ഇതിപ്പോൾ ഞാൻ നട്ടത് കൊണ്ട് മാത്രം ഇച്ചിരി വെള്ളം അധികം ഒഴിക്കുന്നതേ ഉള്ളൂ. 2 ദിവസത്തിൽ കൂടുമ്പം ഒരു വെള്ളം കിട്ടിയാലും ഇതിന് കുഴപ്പമൊന്നും സംഭവിക്കത്തില്ല. വെള്ളം ശേഖരിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോഡ്സും കാര്യങ്ങളൊക്കെ അതിനുള്ളത്. അപ്പോൾ ഇതിനധികം വെള്ളം ആവശ്യമില്ല. നല്ല വെയിലുണ്ടെങ്കിൽ നന്നായിട്ട് പൂക്കളും ഉണ്ടാവും. ഞാൻ കണ്ടു, ഇത്രയും ഭാഗമാണ് മണ്ണിനടിയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അത്രയും ഭാഗം ഞാൻ പൊക്കി വച്ചിട്ടുണ്ട്. അപ്പോൾ ആ കോഡ്സ് വലുതായി വരാനും ഒക്കെ അതിന് ഹെൽപ്പ് ചെയ്യും. ഇപ്പം തന്നെ നോക്കിയാൽ നല്ല ഭംഗിയില്ലേ ഈ കോഡ്സ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് എൻ്റെ അഡീനിയ പ്ലാന്റ്. അതിനെ റിപ്പോർട്ട് ചെയ്തെടുത്ത് പുതുശ്വാസം ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത വർഷം ഒന്നുകൂടെ റിപ്പോർട്ട് ചെയ്യും. അപ്പം എത്രയാണോ കോഡ്സ് ഉള്ളത് അത്രയും ഞാൻ പൊക്കി വയ്ക്കും. പിന്നെ ഇനി എനിക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത് ഈ ബേർഡ് നെസ്റ്റ് ഫേണാണ്. ഇവനെ ഞാൻ 2 മാസത്തോളമായി വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ബക്കറ്റിൻ്റെയൊക്കെ ഒരു മൂടി വെച്ചാണ് അവനെ ഞാനതിൽ നട്ട് വെച്ചിരുന്നത്. ജസ്റ്റ് ഒന്ന് ഹാങ് ചെയ്ത് വെച്ചു എന്ന് മാത്രം. അപ്പോൾ അവനും ഒരു പൊതുജീവൻ കൊടുക്കാമെന്ന് വെച്ചു. വേറൊരു പോട്ടിലേക്ക് മാറ്റി നടാമെന്ന് വെച്ചു. അവൻ്റെ പോട്ടി മിക്സ് എന്ന് പറയുന്നത് കൂടുതലൊന്നുമില്ല, ചകിരിച്ചോറും പെർലൈറ്റും മാത്രമാണ് ഞാൻ മിക്സ് ചെയ്തിരിക്കുന്നത്. അടിയിൽ ചകിരിയുടെ തൊണ്ട് ഞാൻ നിരത്തി കൊടുത്തു. അതിനുശേഷം ചകിരിച്ചോറും പെർലൈറ്റും മിക്സ് ഇട്ട് അതിനകത്താണ് ഇവനെ നട്ടത്. ഇതാണ് ഇവൻ്റെ വിത്ത് എന്ന് പറയുന്നത്. പിന്നെ ഇവനെ കാണാൻ നല്ല ഭംഗിയാണ്. തണൽ ആഗ്രഹിക്കുന്ന ഒരു ചെടിയാണ്. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വിശേഷം ഇത്രയേ